എന്നല്ല ആരാ മനസ്സിലായില്ല. കാർത്തുമ്പി. ആരും കാർത്തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുപ്പി. നിന്റെ പേര് പോലും ഒന്നും എനിക്കറിയില്ല. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നത്? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നും ഇങ്ങോട്ട് അങ്ങ് വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്കും, അയാളെ ഷാപ്പിലുണ്ട്. വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ. എന്താ ചോദിക്കണം വെച്ചാ. അമ്മാവ ഇയാൾ എന്തൊക്കെയോ പറഞ്ഞു. മര്യാദയ്ക്ക് സംസാരിക്കാൻ ചവിട്ടിയത് ഇയാളാണോ? ഈ പെണ്ണിന്റെ കാശ് വാങ്ങിയത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മ കാശ് വാങ്ങിയത് ഇത് എന്റെ അമ്മാവനാ. അമ്മ കാശ് വാങ്ങിച്ചില്ലെന്നോ? അമ്മാവൻ കാശ് വാങ്ങിയത് പറഞ്ഞത് ശരിയാ. പക്ഷേ ഞാൻ എപ്പോഴാണ് ഇതിന് കാശ് വാങ്ങിയത്? അമ്മാവൻ കാശ് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിയതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നേര് തന്നെ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ആരാണെന്ന് എനിക്കറിയാമെങ്കിൽ താൻ എന്നോട് ചോദിച്ച് താൻ ആരാണ്? തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിച്ച് അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. പറയരുത്. നിങ്ങളെ കൂടെ വന്ന് എന്നെ പറയുന്നത്. എന്താ എന്താ അവിടെ പ്രശ്നം? വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കും. എന്താ നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കരുത് എന്തിനാ? തനിക്ക് മാത്രം വഴിയും കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ്സവരം കാരണം ഇവര് വഴിയിൽ കുടുങ്ങിപ്പോയി. വണ്ടി വെറുതെ പോവല്ലേ, കേരളമില്ലാത്ത ഉപകാരമില്ലെന്ന് വിചാരിച്ച് ഞാൻ പ്രതി കയറി നിങ്ങളുടെ കാശ് പെട്ടി വണ്ടി എന്താ ഈ വണ്ടി പോകത്തില്ല. എനിക്കൊന്നും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താൽ മതി. ഈ വണ്ടി തന്നെ പോകും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ട്